ഹലോ, എടാ സുരേഷ്, കണ്ടന്റ് പറയാൻ വിളിച്ചതല്ല. എടാ, എൻ്റെ ഭാര്യ ഒരാഴ്ചയായി അവൾ അവിടെ വീട്ടിലോട്ട് പോയിട്ട് ഇതുവരെ ഞാനൊന്ന് വിളിച്ചു ചോദിച്ചില്ലല്ലോ. കാരണം എന്താ? എനിക്കവളെ സംശയമില്ല. പിന്നെ ഇപ്പൊ നിന്നെ വിളിച്ചത് നീ നൈസായിട്ട് അവിടെ വീട്ടിൽ പോയി തിരക്കണം, അവൾ അവിടെ തന്നാണോ പോയിട്ടുള്ളതെന്ന്. നിന്നെ എനിക്ക് സംശയം ഉണ്ടോന്നോ? രണ്ടെണ്ണം അടിച്ചാൽ നിന്നെ അല്ല നിന്റെ അച്ഛനെ വരെ സംശയം ഉള്ളവനായി ഡൗട്ട് ശശി. നീ ഡാടാ പോകണ്ട, കറക്ക കമ്പനി വരുന്നുണ്ട് കേട്ടോ, പോകട്ടെ. സവാരിയൊക്കെ അങ്ങ് കഴിഞ്ഞോ? എന്താ ഞാനിവിടെ നിൽക്കുമ്പോ എന്നെ ഭയങ്കര സംശയമായിരുന്നല്ലോ. ഇപ്പൊ സംശയമൊക്കെ അങ്ങ് തീർന്നോ? പോയിട്ട് ഒരാഴ്ചയായി, ഒന്ന് വിളിച്ചു പോലും ചോദിച്ചില്ലല്ലോ. എടാ സതീശ, രമേശ, ഏതവനാ ബാഗിനകത്തിരിക്കുന്ന വെളി വന്നു, അല്ലെങ്കിൽ ഞാൻ അകത്തോട്ട് കയറി വരും. നിങ്ങൾ ഇതെന്തോ കാണിക്കുവാ? നീ ബാഗിനകത്ത് വരാൻ നീ ആളിനെ വിളിപ്പിച്ചോണ്ട് വരും. എന്റെ പൊന്നദൈവമേ, ഇങ്ങനെ മുടിഞ്ഞ ഒരു സംശയം. എന്റെ കുട്ടിയകിലെ ഇന്നാളി ആ ഭിത്തിയിൽ ഒരു ചെലന്തി വന്നിരുന്നപ്പോ ഇയാള് പറയുവാ ആ ചെലന്തി എന്നെ വലവീശി പിടിക്കാൻ വന്നയാന്ന്. ഇവിടെ ചേതച്ചേച്ചി ഇരിക്കുന്നു, ശ്രീവിദ്യ ഇരിക്കുന്നു, എലീനാണ്ട് ആ പഠിക്കലിരിക്കുന്നു. എന്നിട്ടും ഇവള് കുട്ടികളിനോട് പോയി പറയണമെങ്കിൽ അവനാ നിന്റെ ചൂക്കാമുകൻ. അയ്യോ വേണ്ട, അതിന് വലിയ പ്രശ്നമാവും. ചേച്ചി കേക്കണം, ഇയാള് പറയുന്ന കേട്ടോ. അപ്പുറത്തെ റബ്ബർ തോട്ടത്തിൽ ഒരു മൂർഖം പാമ്പിരുന്ന് ചീറ്റിയപ്പോ ഇയാള് പറയുവാ ആ റബ്ബർ വെട്ടാൻ വന്ന മുരുകേശൻ എന്നെ ശൂശൂന്ന് വിളിക്കുവാന്ന്. അത് മൂക്കം പാമ്പാന്ന് നീ എങ്ങനെ കണ്ട്? ഞാൻ പോയി നോക്കിയായിരുന്നു. അപ്പൊ നീ പോയി നോക്കി? ആ നോക്കി. അപ്പൊ മുരുകനും മൂക്കം പാമ്പും അല്ല ഇവിടുത്തെ പ്രശ്നം, ഇവിടെ പ്രശ്നം ആ ശൂശുവാ. ഒരു സംശയം. എങ്ങനെ സംശയിക്കാതിരിക്കും? കല്യാണത്തിന് അന്ന് നിന്നെ ഓർത്ത് ഞാൻ നോക്കുമ്പോ സൈറ്റ് അടിച്ചോണ്ടിരിക്കുവാ. എന്റെ ദൈവമേ, അത് സൈറ്റ് അടിച്ചതാണോ? അവൻ ഒറ്റക്കൽ നടച്ചോണ്ട് ക്യാമറ കൂടെ ഫോട്ടോ എടുത്തു. അത്രയൊക്കെ അഭ്യാസം കാണിച്ചിട്ട് എന്റെ ഒരു ഫോട്ടോ പോലും അതിലില്ലായിരുന്നല്ലോ. അയ്യോ, എങ്ങനെ കാണും? നിങ്ങൾ എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് പെടലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാലേ അങ്ങനെ നിങ്ങൾ ഫോക്കസ് ഔട്ട് ആയതാ. എടി, താലി കെട്ടാൻ നേരം നിന്റെ ബന്ധുക്കാരെ മൊത്തത്തിൽ എനിക്കറിയാം, എന്നിട്ടും ഒരു പരിചയമില്ലാത്തവനാ നിനക്ക് താലി എടുത്ത് തന്നത്. അയ്യോ, അത് കോറ്റിയാ. കോറ്റിയെ കയറ്റി ആരാടി? ചേട്ടന്റെ വായിരിക്കുന്ന വല്ലതും കേട്ടേക്ക്. കല്യാണ പെണ്ണായ ഞാൻ വന്ന വണ്ടിയില് സുജാത വിത്ത് ശശിന്ന് എഴുതി വെച്ചപ്പോ ആ വിത്തിനെ സംശയിച്ച മുതലല്ല. അങ്ങനെ സംശയിച്ചത് കൊണ്ട് ആദ്യ രാത്രി തന്നെ നിന്റെ കാമുകനെ എനിക്ക് പിടിക്കാൻ പറ്റിയില്ലയോ? കാമുകനെ പിടിച്ചെന്ന് ആദ്യ രാത്രി കൂട്ടുകാരോടെ കള്ളു കുടിക്കാൻ പോയപ്പോഴേ സ്വന്തം വിഗ് ഒരു ആണിയെ തൂക്കിയിട്ട് തിരിച്ച് നാലുകാലേ വന്നപ്പം ആ വിഗ് എന്റെ കാമുകനാന്ന് പറഞ്ഞ് കവളം മടൽ വെട്ടി ആ വിഗിനെ തന്നെ നിങ്ങള്. ആ കല്യാണക്കാരോട് ഇട്ടേരെ, നിന്റെ വീട്ടിൽ വിരുന്നിന് വന്നപ്പോ നിന്റെ ആങ്ങളെ എന്നോടെന്തോ കാണിച്ചേ? എന്തോ കാണിച്ചു? അവൻ എന്നോട് വന്ന് ചോദിക്കുവാ അളിയൻ പിടിപ്പിക്കുവോന്ന്. അതിനെന്താ? ഗ്ലാസും കഴുകി വായും തുറന്ന് ഇന്ന് എന്റെ അടുക്കൽ അവൻ എക്സൈസുകാരൻ നമ്പർ തന്നിട്ട് പറയാ അപ്പുറത്തെ വാറ്റുകാരൻ സുരേന്ദ്രനെ അളി ഒന്ന് പിടിപ്പിക്കാനെന്ന്. കേട്ടാ, അവൻ കാണിച്ചത് പറയുന്നു. അവൻ ഇവിടെ വന്നപ്പോ നിങ്ങൾ അവനോട് കാണിച്ചെന്താ? അതോടെ പറ, അങ്ങോട്ട് പറ. ഞാൻ പറയും. അവനോട് വന്നപ്പോ ഞാൻ ചോദിച്ചു നീ വിടുന്നോന്ന്. വിടുന്നളിയാ. ഇങ്ങോട്ട് ഗ്ലാസും കഴുകി വായും തുറന്നങ്ങ് ഇരുന്ന് ഒരു എലിവാളം കൊത്തിച്ച് അവന്റെ വായിലോട്ട് ഞാൻ അങ്ങ് ഇട്ട്. അല്ലേലും നിങ്ങൾക്ക് എന്റെ വീട്ടുകാരോട് ഒട്ടും സ്നേഹമില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഒരാഴ്ചയായി ഞാൻ ഇവിടുന്ന് പോയിട്ട്. എന്റെ വീട്ടിൽ എന്തേലും വിശേഷം ഉണ്ടോ നിങ്ങളൊന്ന് തിരക്കിയോ? നിന്റെ വീട്ടിൽ എന്തോ വിശേഷം നടക്കുന്നു? എന്തോ വിശേഷം നടക്കുന്നെന്നോ? ഞങ്ങളുടെ പശുമാമ പ്രസവിച്ച്. പരശുമാമ പ്രസവിച്ചോ? പരശുമാമനല്ല, പശുമാമ പ്രസവിച്ചു. അല്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടുകാർക്കും കുഞ്ഞിക്കാല് കാണണമെന്നില്ലല്ലോ, പശുവിന്റെ കാല് കണ്ടാ മതി. എന്റെ അച്ഛനെ പശുന്ന് വെച്ച എന്തോ ഒരു സ്നേഹമാണെന്നറിയാവോ? 5-6 വർഷമായിട്ട് അച്ഛൻ ഇപ്പൊ പ്രസവിക്കും നാളെ പ്രസവിക്കുമെന്നും പറഞ്ഞ് ആ തൊഴുത്തിലോട്ട് കണ്ണും നട്ടിരിക്കുമായിരുന്നു. അവസാനം എന്റെ അച്ഛനെ ഡിപ്രഷൻ അടിച്ച് പ്രൈവറ്റ് ആശുപത്രിയിൽ 6 മാസം കിടന്നു. എന്തായാലും തിരിച്ചു വന്നപ്പം ഭാഗ്യം കൊണ്ട് ആ പശു പ്രസവിച്ചു. അത് ഭാഗ്യം കൊണ്ടല്ല, 6 മാസം നിന്റെ അച്ഛൻ ആ പ്രൈവറ്റ് ആശുപത്രി കിടന്നപ്പോൾ ആ പശുവിന് ഒരു പ്രൈവസി കിട്ടി. ഇയാളോട് പറയുന്ന നേരം കൊണ്ട് ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ പെറുക്കി അലമാരിക്കത്തോട്ടൊന്നും പറച്ചിൽ കേട്ടതൊന്നും SLCയുടെ സർട്ടിഫിക്കറ്റ്, പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും SLCയുടെ 3 സർട്ടിഫിക്കറ്റ് അവിടെ ഇരിക്കുന്നു. ഇതെന്താ പടി? അതെ, ഫോട്ടോഗ്രാഫാ. നിന്നെ ആരാണ്ട് പറ്റിച്ച? അതിനകത്ത് ഒറ്റ ഫോട്ടോ ഇല്ല. എന്റെ മനുഷ്യ, ഫോട്ടോഗ്രാഫ് അല്ല, ഇത് ഓട്ടോഗ്രാഫ്. എന്റെ ചേട്ടാ, ഇതിനകത്ത് ആൾക്കാർ എഴുതി പിള്ളേർ എഴുതി വെച്ചേക്കുന്ന കാണണം. അത്രയ്ക്ക് നല്ല ശുദ്ധകാശിയാണോടി? പറയടി, നമുക്ക് 2 ഇവിടെ അടിക്കാം ആപ്റ്റാകുവാണെങ്കിൽ. അതെ, അതാണോ ആ രതീഷ്, വിജീഷ്, രമേശനും ഒക്കെ എഴുതി വെച്ചേക്കുന്നത്? നിങ്ങളൊന്ന് വായിക്കണം എന്റെ മനുഷ്യ. നീ ബോയ്സ് സ്കൂളിലാണോ പഠിച്ചത്? അല്ല, ഇനി ആണുങ്ങളുടെ പേര് മാത്രമല്ല, പെണ്ണുങ്ങൾ ആരും ഇല്ല. ഇനി അതേ പിടിച്ച് തുടങ്ങണ്ട. വേണ്ടേ, സൂസി എഴുതി വെച്ചേക്കുന്നുണ്ടോ? സൂസി അല്ലല്ലോ, ശശി അല്ലയോ? അത് യു എഴുതിയപ്പോ ആയി പോയതാ. മാധവന്റെ സ്നേഹത്തെക്കാൾ വലുതാണ് മാതാപിതാക്കളുടെ സ്നേഹം. വിവരമുള്ള കൊച്ചപ്പോണടി. റിയൂണിയൻ അന്ന് പിയൂണ് മാധവന്റെ കൂടെ ഒളിച്ചോടി. വിവരമുണ്ട്, വിദ്യാഭ്യാസവും ഉണ്ട്. നിങ്ങൾ ഇത് കാണുങ്ങോട്ട്. പ്രേമം ട്രൗസർ പോലെയാണ്, ഫ്രണ്ട്ഷിപ്പ് ഷഡ്ഡി പോലെയും. ട്രൗസർ ഊരിപ്പോയാലും ഷഡ്ഡി നിന്റെ മാനം കാക്കും. ബൈ രാജേഷ്.
ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബൈ രാജേഷ് അല്ല, രാജേഷിന് വയ്യ. അല്ലെങ്കിൽ ഇത്രയ്ക്ക് തീരം പിടിച്ച വാക്കുകൾ അവൻ എഴുതി വെക്കുവോ? ഓ നിങ്ങൾ അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇത് കണ്ടേ, അരുളിയിൽ വിടരുന്ന അരിമുല്ല പൂവേ. ഓ ഞാൻ ചോദിക്കട്ടെ, എവിടെ ഈ അരുളിയിൽ ഈ അരിമുല്ലപ്പൂ വീഴുന്നേ? നീ ഇനി ഒരു പൂവും വായിക്കണ്ട, ബാക്കി പൂവ് ഞാൻ വായിച്ചോളാം. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് സരയൂ തിയേറ്ററിൽ കാണാം. തിയേറ്ററിൽ കാണാനല്ല, സരയൂ തീരത്ത് കാണാം. അപ്പൊ എവിടായാലും കാണുന്നുണ്ട്. ആ മുളങ്കാവിൽ വാസൂട്ടി വിക്സ്. ബുക്ക് നമ്മൾ ഷെയർ ചെയ്തു, ബെഞ്ച് നമ്മൾ ഷെയർ ചെയ്തു, ലൈഫ് കൂടെ ഷെയർ ചെയ്തു കൂടെ. അതാരാണ്? ഓ ഇതും മുളങ്കാവിൽ വാസൂട്ടി. വാസൂട്ടിയാണ് താരം. മിണ്ടാത്ത തത്തേ മിടുക്കിത്തത്തേ കൊണ്ടുപൊട്ടേ ഞാൻ എന്റെ കുട്ടി. അതും മുളങ്കാവിൽ വാസൂട്ടി. വാസൂട്ടി അവിടെ കൂട് പണിത് വെച്ചേക്കുവാ. ഇതാ പൊന്നുപോലെ പിടിച്ചേ. എന്തിന്? വാ നമുക്ക് പോകാം. എങ്ങോട്ട്? ഇത് ശശിയുടെ വീടാ, ഇത് കൂടല്ല. വാസൂട്ടി നിനക്ക് അവിടെ കൂട് പണിത് വെച്ചിട്ട് നമുക്ക് അവന്റെ വീട്ടിലോട്ട് പോകാം. നിങ്ങൾ എന്താ പറയുന്നേ? അന്ന് വാസൂട്ടി ഇന്ന് തീർക്കുക. നടക്കണേ